ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുന്ന ദിവസമാണ് കേട്ടോ. ഇന്ന് പോയാലാണ് നമുക്ക് അഡ്മിറ്റ് ആവാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെല്ലാതും പാക്ക് ചെയ്ത് നമ്മുടെ അടുത്ത് എല്ലാ സംഭവങ്ങളും കൈ പിടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മളെല്ലാ സംഭവങ്ങളും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീനേച്ചി നിത്താരക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിത്താരക്കുട്ടി തേജുവിനെ കണ്ടപ്പോൾ ഭയങ്കര സ്നേഹപ്രകടനമാണ്. അവൻ മടിയിലൊക്കെ ചെന്ന് കെടുക്കാൻ കേട്ടോ. ഓനെല്ലാരോടും നാളെ അന്ന് അമ്പലത്തിൽ ടീച്ചറെ കണ്ടപ്പോഴും പിന്നെ അവൻ അനക്കല്ല. അതുകൊണ്ടല്ല ചാടി കളിച്ചിട്ട് ഇനി ഇതെല്ലാ സംഭവം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കാറിക്ക് കയറ്റാൻ പോവാ കേട്ടോ. അപ്പോൾ ഇന്ന് പോകുമ്പോൾ നമുക്ക് അഡ്മിറ്റ് ആക്കില്ല എന്നാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം 5-ാം തീയതി ജസ്റ്റ് കാണിക്കാൻ വരിക, അഡ്മിറ്റ് ആക്കാൻ സാധനങ്ങൾ ഫുൾ എടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് അഡ്മിറ്റിൻ്റെ ഇത് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് പോയിട്ട് നമുക്ക് ഇങ്ങോട്ട് പോരാന്നുള്ള രീതിക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂട്ടിയിട്ട് നമ്മുടെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ കാറിക്ക് വെക്കാൻ നോക്കാൻ കേട്ടോ. അപ്പോൾ പായും എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് വെറും 10-25 മിനിറ്റേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. അങ്ങനെ ഇതേ എല്ലാതും ആദർശമായിട്ട് കാറ് തുറന്നിട്ട് എല്ലാതും അവിടെ അടക്കി പറക്കി വെക്കുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഇത് ഗേറ്റ് അടക്കിണ്ട്. അപ്പം അങ്ങനെ ഞാനും ഇറങ്ങിയിട്ടാ. ഫ്രണ്ടില് വെക്കാം. ഫുള്ളായി നമുക്ക് സീറ്റിന് മുകളിൽ വെച്ചിട്ട് അങ്ങനെ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് മനസ്സിലായി ഇന്ന് അഡ്മിറ്റ് ആക്കുന്നു. കാരണം നമ്മൾ OP ചെന്നിട്ട് ഡോക്ടറുടെ ഇതിന് ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിറ്റ് ആണല്ലേ, ഡോക്ടർ വിളിച്ചിട്ടുണ്ടായി എന്നൊക്കെ. അപ്പോൾ പിന്നെ ഉറപ്പിച്ചു അന്ന് ഇവിടെ നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ നമ്മളിതേ വെയിറ്റും ഹൈറ്റും എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വെയിറ്റ് എന്തായാലും ഞാൻ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പ്രഷറൊക്കെ നോക്കുകയാണ്. എനിക്ക് വെച്ചെങ്കിൽ ഈ സമയത്ത് കുറച്ച് വയറുവേദന അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പേടിച്ചിട്ടാവും, എനിക്ക് തോന്നലാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് കയറി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എനിക്ക് തന്നെ ചെറിയ വേദന വന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പം എന്ന് വെച്ചാൽ എന്താ, ഞാൻ വിചാരിച്ചു അങ്ങനെ പേടിച്ചിട്ട് ടെൻഷനായിട്ടാവും. അപ്പം ഞാനത് വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഡോക്ടറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനുണ്ട്. അപ്പോൾ ഡോക്ടറിനെ കണ്ടിട്ട് വേണം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഡോക്ടറിനെ കണ്ടു, ഡോക്ടർ സ്കാൻ ചെയ്തു. അപ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൾക്ക് ഇതേ കൺട്രാക്ഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഇന്ന് ഇവിടെ അഡ്മിറ്റ് ആവാം, ഇനി നാളെയൊക്കെ ഒരു ഡെലിവറി നോക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ എന്നെ ഇനി നേരെ ലേബർ റൂമിലേക്കായിട്ട് കൊണ്ടുപോവാ. ഡെലിവറിക്ക് മുന്നേ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കുടിക്കാൻ നിന്നപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ആദർശേട്ടൻ അമ്മേനെ ഇട്ടിട്ട് റോളാണ് കേട്ടോ. പിന്നെ ഇത് ലേബർ റൂമിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറാൻ നിൽക്കുകയാണ്. അപ്പം എൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ ഇതേ അമ്മ എടുത്ത് തരാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഡെലിവറിക്ക് മുന്നേ ഉള്ള കുറേ നേരം ഞാൻ ലേബർ റൂമിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ എന്തായാലും ഇന്ന് ഡെലിവറി ഉണ്ടാവുമെന്നറിയില്ല, നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പം അതിന് മുന്നേ മരുന്ന് വയ്ക്കല് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ഇത് ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അഞ്ചും വിഷ്ണുവേട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അഞ്ചുന്ന് ലീവ് എടുത്തിട്ടുണ്ടായി. അങ്ങനെ ഇത് അഞ്ചും ചേട്ടനും കൂടി വന്നു. പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് ഇത് ഇവിടെ ഇരുത്തം തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ ഉള്ളിലേക്ക് പോയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാലേ ഇവർക്ക് എന്താ കാര്യങ്ങൾ അറിയാനും. പിന്നെ ഇവരൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടൊരു ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാൻ കേട്ടോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ എടുത്തേക്കണത് ചേച്ചിയെ തോന്നുന്നു. പിന്നെ ഞാൻ ലേബർ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി. പിന്നെ എന്തായാലും നമ്മുടെ കാറിൽ നിന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ റൂമിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കണമല്ലോ. പിന്നെ ഇവർക്ക് റൂമൊക്കെ കാണിച്ചു കൊടുത്തു തോന്നുന്നു കേട്ടോ. അപ്പോൾ അതവർ റൂമൊക്കെ തുറന്നു നോക്കാണ് കേട്ടോ. അപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത റൂം തന്നെയാണ് കേട്ടോ. നമ്മുടെ തേജപ്പന് 2 വയസ്സുള്ളപ്പോൾ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റൂമിലായിട്ട് നമുക്ക് ഇപ്രാവശ്യം റൂം കിട്ടിയത്. ഒരു 3 വർഷം മുന്നേ വെച്ചെങ്കിലും എനിക്ക് ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി നിന്നതൊക്കെയായിട്ട് ഓർമ്മ വന്നിരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് കുറച്ചു നേരം റൂമിലിരുന്നു. കാരണം എന്നെ എന്തായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന്
നടക്കുമ്പോൾ കുറേ ടൈം ആവുമെന്ന് അറിയാം. അങ്ങനെ ഇതേ ഒരു ഗെയിം കളിക്കുന്നുണ്ട്, കുറേ പേര് ഫോണും നോക്കിയിരിക്കുന്നുണ്ട്, എല്ലാവരും ഭയങ്കര ടെൻഷനിൽ അങ്ങനെ ഇരിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് അച്ഛൻ ഈ സമയത്ത് ഇതിൻ്റെ ഉള്ളിലത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റിൻ്റെ ഗ്രാഫ് എടുക്കുക, പിന്നെ കയ്യിൽ നമ്മുടെ ഡ്രിപ്പ് ഇടേണ്ട സംഭവം ഉണ്ടല്ലോ അതിടുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് അച്ഛൻ ടെൻഷൻ അടിച്ചിട്ട് അച്ഛനെ ഗ്രാഫ് നോക്കുന്ന സമയത്ത് ഉണ്ണിയുടെ അനക്കം തീരെ കിട്ടണില്ല. കാരണം ടെൻഷൻ അടിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴേ അതുവരെ ഇങ്ങോട്ട് വരണ വരെ ഉണ്ണി ഭയങ്കര അനക്കമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ കിടക്കുമ്പോൾ തീരെ അനക്കം കിട്ടുന്നില്ല. അങ്ങനെ കുറേ നേരം ഇങ്ങനെ അനക്കം കിട്ടുമോ നോക്കി കിടന്നു. പിന്നെ ഒരു ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഡ്രിപ്പൊക്കെ ഇട്ടു, പിന്നെ ഗർഭപാത്രം വികസിക്കാനുള്ള മരുന്നൊക്കെ വെച്ചു. പിന്നെ ഉള്ളിലെ ഒരു സംഭവം വെച്ചിട്ട് അത് വികസനം വന്നാൽ താഴത്തേക്ക് ചാടുമല്ലോ, ആ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടാട്ടോ ഞാൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കണത്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ വയറോളൊക്കെ ഉണ്ടാവല്ലോ, അതിങ്ങനെ സെല്ലോട്ടപ്പ് പോലെ നമ്മുടെ കാലുമൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേദനയുണ്ട്. അത് വെച്ചപ്പോൾ തൊട്ടേ എനിക്ക് കുറച്ച് ശേഷം ഇങ്ങനെ വേദന വന്നിട്ടും പോകാനും തുടങ്ങിയിട്ടാ. അപ്പോൾ ഇവർ ഇതേ ഇങ്ങനെ ഫസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി, എന്നാലും ഇവർ ചോദിക്കുന്നുണ്ട് എന്താണ് വേദനയുണ്ട് പൊന്നെ, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കാച്ചങ്ങനെ വേദന അങ്ങനെ വരിക പോവാ അങ്ങനെയായിരുന്നു. പിന്നെ എന്നോട് ഈ സംഭവം വെച്ചതിന് ശേഷം നന്നായിട്ട് നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാച്ചൻ ഒരു അടി നടക്കാൻ പറ്റുന്നില്ല, ഈ വേദന വന്നും പോയി നിൽക്കണ കാരണേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നടക്കുമ്പോഴൊക്കെ എന്തോ പോലെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ആശ്വാസം വരും, അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്താ യൂറിനൊക്കെ പാസ് ചെയ്തു. പിന്നെ ഇതേ റൂമിലേക്ക് പോന്നു കേട്ടോ. റൂമിൽ ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്ന് വിചാരിച്ചു. നടക്കുമ്പോഴായാലും ഇതേ ഭയങ്കര വേദന എടുത്തിട്ട് എന്താ പറയുക, ഭയങ്കര അസ്വസ്ഥതയായിരുന്നു കേട്ടോ. ലേബർ റൂമിൽ നിന്ന് ഇറങ്ങാൻ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയ കാരണം നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ടൈം കുറച്ച് ലാഗായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടേക്ക് കയറി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം എൻ്റെ മുടിയൊക്കെ ഇത് ഞാൻ ഭദ്രകാളികളുടെ പോലെ കേട്ടോ, കാരണം വേദന സഹിക്കാൻ പറ്റാതെ പിന്നെ മുടിയൊന്നും ശ്രദ്ധിക്കണില്ല. അപ്പോൾ വലിയമ്മ എൻ്റെ മുടിയൊക്കെ ഇരുന്നിട്ട് മെടഞ്ഞിട്ടേരെയാണ്. നമ്മുടെ അഞ്ചു, വിഷ്ണുവേട്ടൻ, തേജപ്പൻ എല്ലാവരും ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് അച്ഛനെ ഒന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല, നല്ല വയറ് വേദനിച്ചിട്ടേ. അപ്പം അമ്മ എനിക്ക് ചോറൊക്കെ വാരി തന്നു. ബാക്കി എല്ലാവരും ഇതേ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഫുഡൊക്കെ കൈ പിടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ റൂമിൽ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ് നോക്കും, പ്രഷർ നോക്കും, എല്ലാ സംഭവവും. പിന്നെ എനിക്ക് പനിക്കുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വന്നിട്ട് ചെക്ക് ചെയ്യൂട്ടാ. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പറയൂട്ടാ, നടന്നാൽ മാത്രമേ അത് വികസനം വരുള്ളൂ, എന്നാലേ സംഭവം വേഗം ചാടി വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പിന്നെ നടക്കാൻ വേണ്ടിയിട്ട് പറയാനുണ്ടോ. എനിക്കച്ഛൻ കട്ടിലിൻ്റെ മുകളിലേക്ക് ഇറങ്ങാനും കയറാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ കട്ടിൽ കുറച്ച് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കാനും അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാനും നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദർശേട്ടനും അമ്മയും വലിയമ്മയൊക്കെ കൂടി പിടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങണേ. അതിൻ്റെ ഉള്ളിൽ സ്റ്റെപ്പ് ഉണ്ട് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്, എന്നാലും അങ്ങനെ എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് അതിൻ്റെ മുകളിൽ നിൽക്കി ഇറങ്ങാനും കയറാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ നമ്മൾ നടക്കാൻ വേണ്ടി പോവാണ്. എനിക്കച്ഛൻ നടക്കുമ്പോൾ എന്താ പറയുക, ഒടുക്കത്തെ വേദനയുണ്ടോ. അങ്ങനെ പതുക്കെ നടക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറഞ്ഞിട്ട് ഞാനും ആദർശേട്ടനും നമ്മുടെ വരാന്തയുടെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. അങ്ങനെ ഇതേ അത് കൂടെയൊക്കെ നടക്കുകയാണ്. അതിനിടയിൽ വേദന സഹിക്കാൻ പറ്റാതെ ഇടയ്ക്ക് ഇത് ഇവിടെ വന്നിട്ട് നിൽക്കും. ഞാൻ ആദർശേൻ്റെ അടുത്ത് പറയണ്ട, എനിക്ക് ഒരു അടി നടക്കാൻ പറ്റില്ല, എനിക്ക് തീരെ പറ്റണില്ല എന്നൊക്കെ കേട്ടോ ഇരുന്ന് പറയണേ. അതിനിടയിൽ കുറേ കരച്ചിലൊക്കെ വന്നു തുടങ്ങി. ഭയങ്കര ഈ ഇടയ്ക്ക് വേദന ഉണ്ടല്ലോ, നല്ല ഹെവി ആയിട്ട് വരും, അതേപോലെ പോവുകയും ചെയ്യും. അങ്ങനെയായിട്ട് കുറേ നേരം നിന്നൂട്ടാ. അതിനിടയിൽ എനിക്ക് നല്ല ബ്ലീഡിങ് ആയി. അങ്ങനെ വീണ്ടും വേഗം ലേബർ റൂമിലേക്ക് മറ്റേ വീൽ ചെയറിൽ എന്നെ കൊണ്ടുപോകാൻ കേട്ടോ. ഇത് വല്ലാണ്ട് പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ വികസനം വരാനുള്ള മരുന്നുള്ളിൽ വെക്കുമ്പോൾ അതിങ്ങനെ എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് പൈപ്പ് പോലൊക്കെ ഉണ്ട്. അതിന് കറക്റ്റ് പേരെന്താ സംഭവം എനിക്ക് അറിയില്ല കേട്ടോ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ടൊരു ബ്ലീഡിങ്ങും കുറച്ച് വെള്ളം പോലെ അങ്ങനെ വരും. പക്ഷെ നമ്മളത് ഫസ്റ്റ് കണ്ടപ്പോൾ നന്നായിട്ട് പേടിച്ച് പോയി. തേജ് കുറെ പേരോളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. തേജ് ഉണ്ണിക്ക് ഏത് പേരാ? ആണുണ്ണിയാണെങ്കിൽ എന്ത് പേരാ? പെൺകുട്ടിയാണെങ്കിൽ കോലിയുടെ കുട്ടി. പെൺകുട്ടിയാണെങ്കിൽ എന്താ? പെൺകുട്ടിയാണെങ്കിൽ എന്താണ്? വിരാട്ട്. കോഹ്ലി വേണ്ട, ആദർശ് വേണ്ട. അമ്മയും വെല്ലിമ്മ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുക. ഇവിടെ ഒരു ടീം പേരോട് നോക്കിയിരിക്കുക. ആര്യ ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ. ആര്യന്റെ ഉള്ളിൽ കയറ്റിയിരിക്കുകയാണ്. നീ സഹകരിച്ചാലേ നടക്കുള്ളൂ പറഞ്ഞിട്ടാ. സഹകരിച്ചാലും നടക്കുള്ളൂ പറഞ്ഞിട്ടാ.
വല്യമ്മ ബാഹുബലി അവിടെ 2 കൈയും വെച്ച് നിൽക്കട്ടെ. ഞാന് ഇങ്ങനെ വല്യമ്മ ലിഫ്റ്റ് പോയിട്ടിരിക്കുക. നേരം ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. രണ്ടാളും കൂടി ഇങ്ങനെ അങ്ങനെ പിന്നെ ലേബർ റൂമിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാ അവര് പറയണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഉള്ളിൽ PV ഒക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുന്നിൽ നേരത്തെ കയറിയപ്പോഴും PV ചെയ്തു, പിന്നെ ഇപ്പൊ ഇങ്ങനെ ബ്ലീഡിങ് കണ്ടപ്പോൾ വീണ്ടും ചെയ്തു. അതെനിക്ക് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടായിരുന്നു. ആ വേദനയിൽ ഞാൻ ഡോക്ടറെ പിച്ചി കൈ പിടിച്ച് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെയുള്ള ഫുൾ കംപ്ലൈന്റ് ആണ്. അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ ആ വേദനയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു. അങ്ങനെ ഡോക്ടർ ഇവരുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. നോർമലായിട്ടാണ്, നമ്മുടെ അശ്വതി ഡോക്ടറാണ്, ഭയങ്കര പാവാണ് കേട്ടോ, എന്നെ ചീത്തത്തും പറഞ്ഞില്ല. പക്ഷെ ഇവരുടെ അടുത്ത് ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ പറഞ്ഞതാ. പക്ഷെ ഇവരെന്നെ പേടിപ്പിച്ചു തുടങ്ങി, എന്തൊക്കെ ചെയ്ത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ ഒരു കാര്യം എനിക്ക് സത്യം പറയാൻ ഒരു ഓർമ്മയില്ല. ആ വേദനയുടെ സഞ്ചാരത്തിൽ ഞാൻ ചിലപ്പോൾ ഡോക്ടറുടെ കൈ പിടിച്ചതൊക്കെ ആവാം. അപ്പൊ പിന്നെ അങ്ങനെ ഇവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കേട്ടോ, സഹകരിച്ചാലേ പറ്റുള്ളൂ, അങ്ങനെയാണെന്നൊക്കെ. ഇത് നമ്മൾ വൈകിട്ടാകുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കാൻ കേട്ടോ. നമ്മൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫാമിലി നമ്മുടെ ഒപ്പം ഉള്ള കാരണം നമുക്ക് എന്താ പറയുക, ഈ ഹോസ്പിറ്റലാണെന്നുള്ളൊരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഡെയിലി കാണുന്നവർ നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പോൾ പിന്നെ സംസാരിച്ചിരിക്കാൻ നല്ലൊരു തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ് ആയിരുന്നു. വേദന വരുമ്പോൾ മാത്രമായിട്ടേക്ക് ഒരു ഇതുണ്ടായിരുന്നത്. പിന്നെ വൈകിട്ടാകുമ്പോൾ അത് മേലൊക്കെ നമുക്ക് കഴുകി തന്നു. അങ്ങനെ കാലിന് നന്നായിട്ട് നീര് വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കാലൊക്കെ ഒഴിഞ്ഞു തരികയാണ്. അപ്പം ഞാനിത് അവിടെ ഇങ്ങനെ കിടക്കാണ്ടൊക്കെ ഈ ഒരു സോഫയിൽ കിടക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. എനിക്ക് അതിൻ്റെ മുകളിൽ മറ്റേ കട്ടിലുണ്ടല്ലോ, പേഷ്യൻ്റ് കിടക്കുന്ന കട്ടിൽ, അപ്പം അതിൻ്റെ മുകളിലേക്ക് കയറാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പൊ ഗൈസ് ഇപ്പൊ ഇത്രയും നേരം എന്തൊക്കെ നടന്നു വെച്ചാൽ നമ്മള് ചെക്കപ്പിന് വന്നതേനു. ബോയ്സ് കേൾക്കൂടി ശമ്പള സ്റ്റാൻഡ് എടുത്തില്ലല്ലോ, ബാഗില്ലോ, നേരത്തെ എടുക്കാം. അപ്പം നമ്മള് നോർമൽ ചെക്കപ്പിന് വന്ന് ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ബാഗൊക്കെ എടുത്ത് പോകുന്നതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ ഡോക്ടർ കയറിക്കോളാം, അങ്ങനെ ലേബർ റൂമിൽ കയറ്റിയതിന് ശേഷം എന്തൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞത്. അതിന് ശേഷം മറ്റേ വികസനം വരെയുള്ള സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ മുഖമൊക്കെ എന്തോ പോലെ ആ സംഭവം ഉള്ളിൽ വെച്ച് അതിന് പിന്നേക്ക് വേദന സഹിക്കാൻ പറ്റാതെയായി തുടങ്ങി. എനിക്ക് സംഭവം ഉണ്ടല്ലോ, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ചെറിയ വേദനയുണ്ട്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞു എനിക്ക് വയറുവേദന ഉണ്ടെന്ന്. അപ്പം ഞാൻ ആ വയറുവേദനയായിട്ട് അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് ഞാനതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഇന്നിങ്ങനെ കാണിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് വയറിങ്ങനെ വേദനിച്ചായിരുന്നു, നടുക്ക് വേദനിച്ചായിരുന്നു. അപ്പോൾ പിന്നെ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു അവൾക്ക് വേദന വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ലേബർ റൂമിൽ പോയി വികസനം വരാനുള്ള മറ്റേ സംഭവം ഇട്ടു. അതിന് പിന്നേക്ക് ഒന്നും ഓർമ്മയില്ല. ഞാൻ നരകം കണ്ടു വെച്ച് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. എൻ്റെ ഒപ്പമുള്ള ഒരു ചേച്ചിട്ടുണ്ടായിരുന്നു, ആളെ പെട്ടെന്ന് ആ സംഭവം പോന്നു, എൻ്റെ പോന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം അതിങ്ങനെ ആയിട്ട് അതിൻ്റെ കുറേ വേദന സഹിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വയറൊക്കെ കഴുകി മറ്റേ സംഭവം ചെയ്യുമല്ലോ, അതൊക്കെ ചെയ്തപ്പോൾ ഇപ്പോൾ ആശ്വാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം നല്ല സുഖമുണ്ട്. ഇപ്പോൾ നല്ല നേരത്തെ അപേക്ഷിച്ച് ഇങ്ങനെ സുഖമായിട്ട് എന്തോ സ്വർഗം കിട്ടിയ പോലെ ഒരു അവസ്ഥ. പിന്നെ ഇപ്പം മേലെഴുകി ഇപ്പം ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ വിചാരിച്ചിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. എന്തായാലും ഇനി രാത്രി 8 മണിക്ക് അല്ലേ, 8 മണിയാകുമ്പോൾ ലേബർ റൂമിലേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കാണും. പിന്നെ വല്യമ്മയും മഞ്ജുഒക്കെ കൂടിയിട്ട് എന്നെ കുറേ നേരം നടത്തിച്ചു കേട്ടോ. അങ്ങനെ കുറേ നേരം നടന്നതിന് ശേഷം ഞങ്ങൾ ഇതേ റൂമിൽ വന്നിരിക്കാൻ കേട്ടോ. അപ്പോൾ എന്തോ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിരുന്ന് ഇങ്ങനെ കഴിക്കാൻ. പിന്നെ ഇത് ആദർശേട്ടൻ പോയിട്ട് വേഗം മുടിയൊക്കെ വെട്ടി സുന്ദരനായി വന്നിട്ടുണ്ട്. ഇന്ന് ഡെലിവറി എങ്ങാനും ഉണ്ടാവുക അച്ഛൻ ഉണ്ണീനെ റിസീവ് ചെയ്യണ സമയത്ത് ആദർശേട്ടൻ ഭയങ്കര ലുക്കായിട്ട് വാങ്ങിക്കണം. ഉണ്ണി ആദർശേട്ടൻ ഭയങ്കര ഭംഗിയിലാണ് ആദ്യമായിട്ട് കാണേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ മുടിയൊക്കെ വെട്ടി കുട്ടി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിഷ്ണുവേട്ടനും ആദർശേട്ടനും കൂടി പുറത്ത് പോയി കിടന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി മുടിയൊക്കെ വെട്ടി വന്നുട്ടാ. പിന്നെ ഇത് നമ്മുടെ ചേട്ടൻ വന്നുട്ടാ. അപ്പൊ ചേട്ടൻ വന്നപ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിത് നടക്കാൻ വേണ്ടി പോവാനിട്ടാ. പിന്നെ എൻ്റെ അടുത്ത് 8 മണിയാകുമ്പോൾ ലേബർ റൂമിലേക്ക് വീണ്ടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ മെഡിസിൻ എന്തോ കഴിക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ എനിക്ക് പേടി അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇനിയും PV ചെയ്യുമെന്നൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് പോണേട്ടാ. അപ്പോൾ ആദർശേട്ടനും അതെ ഇനിയിപ്പോൾ പോയി അപ്പോൾ ഡെലിവറി ഉണ്ടാവുമോ വിചാരിച്ചിട്ട് വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ട്. ആൾക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, എന്ത് ഡ്രസ്സാണ് ഇടണ്ടേ. അങ്ങനെ എൻ്റെ അടുത്ത് എപ്പോഴും വന്ന് ചോദിക്കും ഞാൻ എന്താ ഇടേ
ബന്ധപ്പെടുക എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ലേബർ റൂമിൻ്റെ അവിടേക്ക് എത്തി. എന്നാലും എനിക്ക് ഇതുണ്ടായിരുന്നു, ഡെലിവറി ഉണ്ടാവില്ല എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. എന്തോ മെഡിസിനോ പിന്നെ PV ചെയ്തൊന്നും എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ സത്യം പറയാച്ചെങ്കിൽ. അങ്ങനെ ഞാനിതേ ഉള്ളിലേക്ക് പോയി, ഇവരിതേ പുറത്ത് നിൽക്കാണ് കേട്ടോ. അങ്ങനെ എന്നെ ഇതേ ഒരു മരുന്ന് തന്നിട്ട് വീണ്ടും പുറത്തേക്ക് വിട്ടുട്ടോ. പിന്നെ പുലർച്ചെ ഒരു 12 മണിയാകുമ്പോൾ ചെല്ലാൻ പറഞ്ഞു. പിന്നെ 4 മണിക്ക് അങ്ങനെയൊക്കെ എന്തോ സമയം പറഞ്ഞിട്ടുണ്ടായിട്ടോ. പിന്നെ 10 മണിയാകുമ്പോൾ റൂമിലേക്ക് മരുന്ന് കൊണ്ടുവന്നേരം ലാബ് റൂമിലേക്ക് വരണ്ട പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളിത് വീണ്ടും നമ്മുടെ റൂമിലേക്ക് ചെല്ലാനുണ്ട്. അപ്പം മരുന്ന് അവരെന്തായാലും റൂമിലേക്ക് എത്തിച്ചേരും കേട്ടോ. അപ്പം ഞാൻ ലാബ് റൂമിൻ്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായി ഇനി നന്നായിട്ട് നടക്കണോ എന്നൊക്കെ. കാരണം ഇവരെന്നെ ഇരിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടേ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ നേഴ്സ് പറഞ്ഞു ഇനി അത് ഓവറായിട്ട് നടക്കണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ സന്തോഷത്തിൽ ഇനി കുറച്ച് നേരം കെടുക്കാമല്ലോ എന്നുള്ളൊരു ഇതിൽ ഇതാട്ടോ. അതിൻ്റെ ഇടയിൽ അതിന് മുന്നേ പോയിട്ട് എൻ്റെ മറ്റേ വികസനം വരേണ്ട സംഭവമൊക്കെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വേദനയ്ക്കൊക്കെ നല്ല കുറവ് വന്നു കേട്ടോ. ആ സംഭവം ഉള്ളിലിരിക്കുമ്പോഴാണ് എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നത്. അത് പോയപ്പോൾ ഞാൻ ഭയങ്കര റിലാക്സ് ആയിട്ട് ഭയങ്കര സമാധാനത്തിൽ അങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ പോയി കെടുക്കാന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. യൂട്രസിൻ്റെ വികസനം വരെയുള്ള സംഭവം ഉള്ളിൽ വെച്ച സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഒപ്പം വെച്ച ചേച്ചിമാരുടെയൊക്കെ പെട്ടെന്ന് അത് ഉള്ളിൽ നിന്ന് പോന്നു, എൻ്റെ മാത്രം പോന്നിട്ടില്ല. എനിക്കച്ചങ്ങ് നല്ല വേദനയും ഇവർക്കച്ചങ്ങ് അധികം നോർമൽ വേദന ഇല്ലാത്തപ്പോൾ എനിക്ക് അവരുടെ ഇത് കാണുമ്പോൾ തോന്നിട്ടോ എനിക്കച്ചങ്ങ് നടക്കാനൊന്നും പറ്റുന്നില്ല. ഞാനൊക്കെ കരിവാളിച്ചു തുടങ്ങി വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട് കേട്ടോ. പിന്നെ അത് എങ്ങനെയൊക്കെയോ പോന്നു. അത് പോന്നപ്പോഴാണ് എനിക്ക് സത്യം പറയാച്ചെങ്കിൽ ഭയങ്കര സമാധാനം ഇട്ടാ. അങ്ങനെ റൂമിലെത്തി ആദർശേട്ടൻ ദോശയൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞാൻ ഈ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മയും വലിയമ്മയും കൂടിയിട്ട് ഈ ദോശ എടുത്ത് തരാണ് കേട്ടോ. എനിക്കച്ചെങ്കിൽ കുറച്ച് ശേഷം വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഞാനും വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പം അമ്മയാണ് ഇട്ടേക്ക് പൊട്ടിച്ചേരണേ. കാരണം ഇടത്തേക്ക് കൈമയാണ് നമ്മുടെ ട്രിപ്പിൻ്റെ സംഭവം ഇട്ടേക്കണേ. പക്ഷെ അതിക്കുന്ന ഇപ്പോഴും നല്ല പേടിയാ, കൈമ തട്ടുമോ അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിട്ട് ഈ സംഭവം ഇട്ട് കഴിഞ്ഞു വെച്ചെങ്കിൽ. ടെൻഷനല്ല പേടി. എനിക്ക് വെച്ചെങ്കിൽ ഇപ്പോൾ ട്രിപ്പ് ഇട്ട് കഴിഞ്ഞു വെച്ചെങ്കിൽ മരുന്ന് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ മരുന്ന് കയറുമ്പോൾ മരുന്ന് നമ്മുടെ ഞരമ്പിൻ്റെ ഭാഗം ഉണ്ടാവുമല്ലോ അവിടെ അങ്ങനെ ഭയങ്കര സ്റ്റക്കായിട്ട് നിൽക്കുക. പിന്നെ അവിടെ കല്ലിപ്പ് വരിക, അവിടെ കൈയൊന്നും അനക്കാൻ പറ്റാത്ത വേദനയൊക്കെ വരിക. അത് കാരണം എനിക്ക് ടോട്ടലി ഞാൻ ഫുൾ സൈഡാണ്. അപ്പോൾ ഈ ഡ്രിപ്പിൻ്റെ വേദനയും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇത് അച്ഛനൊക്കെ ഉണ്ട്. അച്ഛനും വിനീഷേട്ടനും അഞ്ജു കൃഷ്ണേട്ടനും ഇങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അച്ഛനും വിനീഷേട്ടനും ഒക്കെ രാത്രിയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ പോകട്ടാ. പിന്നെ ഇതെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പൊറാട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. കട്ടിയുള്ള ആഹാരം എനിക്ക് വയറൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറയാൻ മറന്നുപോയി ഗൈസ്. ലേബർ റൂമിലേക്ക് ഞാൻ രണ്ടാമത് പോയ സമയത്ത് വയറ് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദോശയും സാമ്പാറും കഴിച്ചപ്പോൾ തന്നെ ഞാൻ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം റൂമിലിരുന്നു. പിന്നെ റൂമിൽ ചൂടെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് വരാന്തയുടെ അവിടെ പോയിരിക്കാൻ കേട്ടോ. അവിടെ മാവൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തണവുള്ള കാറ്റ് കിട്ടും കേട്ടോ ഈ ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് ഞാനുണ്ട്, ആദർശമായിട്ടുണ്ട്, അമ്മ വല്യമ്മ എല്ലാവരും ഉണ്ടല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പം അമ്മ ഇതേ വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഈ ആദർശാടി കോണിയുടെ മുകളിലുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എനിക്ക് അച്ഛൻ്റെ ടെൻഷൻ കൂടി ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു കൂടി ഇരുന്നിട്ട്. അപ്പം എല്ലാവരും എന്നെ ഇരുന്ന് സമാധാനിപ്പിക്കാൻ കേട്ടോ. പിന്നെ വൈകിട്ട് ഒരു 9 മണി 10 മണി ആവണോട് കൂടിയിട്ട് റീനമ്മയും ഉണ്ണച്ചനും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് അമ്മയുണ്ട് ഇവിടെ. അങ്ങനെ പിന്നെ നമ്മളുള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഞാൻ സോഫയിലായിട്ടാണ് കിടന്നതൊക്കെ. അവിടെ കിടക്കാൻ ഏറ്റവും കൂടുതൽ കംഫർട്ട് ചേച്ചിയും രാജപ്പനും കൂടിയിട്ട് കട്ടിലിൻ്റെ മുകളിൽ കിടന്നു. അമ്മയും വല്യമ്മയും റീനമ്മയും കൂടിയിട്ട് ഹോളിൽ കിടന്നു കേട്ടോ. ബാക്കി ആണുങ്ങളൊക്കെ പുറത്തായിരുന്നു. പിന്നെ ഉള്ള സ്ഥലത്ത് നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കിടന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇനി 4 മണിക്കാണ് ലാബ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടെൻഷൻ എനിക്ക് ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൽ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. കാരണം എന്താ പറയുക, എനിക്ക് തന്നെ ഇപ്പം ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പല കാര്യങ്ങളൊന്നും ഓർമ്മ കിട്ടുന്നില്ല സത്യം പറയാച്ചെങ്കിൽ കേട്ടോ. അങ്ങനെ പിന്നെ 4 മണിയാകുമ്പോൾ എനിക്ക് അമ്മയൊക്കെ ഇതേ കുളിക്കാനോ എന്നെ കുളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കുളിക്കാനുള്ള വെള്ളമൊക്കെ സെറ്റാക്കാറുണ്ടോ. എല്ലാവരും ഇത് ആദർശേട്ടൻ പിന്നെ രാവിലെ ആകുമ്പോൾ വന്നിട്ട് ഇവിടെ കിടന്നിട്ട് എനിക്ക് 4 മണിയാകുമ്പോൾ പോകണല്ലോ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ പിന്നെ ഇടാം കേട്ടോ.